നിങ്ങളുടെ ആസ്പെക്ട് ഏത് തന്നെ ആയാലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിന് ഒരു സക്സസ് സൈക്കിൾ ഉണ്ട്. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയായിരിക്കും ഈ സക്സസ് സൈക്കിൾ. സോ ഒരാളുടെ സക്സസ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. ഒരാൾ ഒരു കാര്യം എങ്ങനെയായിരിക്കും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്? അയാളുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യും? ആക്ഷൻ എടുക്കും. ആ ആക്ഷൻ അനുസരിച്ച് നമുക്ക് റിസൾട്ട്സ് ഉണ്ടാകും, അല്ലേ? റിസൾട്ട് കാണുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഒരു ബിലീഫ് കൂടും. ഓക്കെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ബിലീഫ് ക്രിയേറ്റ് ആവും. ഇനി ഈ ബിലീഫ് ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ചും കൂടി നല്ല പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യും, അല്ലെ? അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും, കുറച്ചുകൂടെ നല്ല റിസൾട്ട് വരും. അപ്പൊ വീണ്ടും എന്റെ ബിലീഫ് എന്ത് സംഭവിക്കും? കുറച്ചും കൂടി കൂടും. വൈ? ബിലീഫ് കൂടാനുള്ള റീസൺ എന്താണ്? നേരത്തെ നിങ്ങൾക്ക് സർട്ടൻറ്റി ഇല്ലായിരുന്നു, യു ആർ അൺസർട്ടൻ. ഇത് നടക്കൂല്ലോ എന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷെ ഇത് നടന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ സർട്ടനിറ്റി ഉണ്ടായി. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എനിക്ക് ഇതിനേക്കാളും പൊട്ടൻഷ്യൽ ഉണ്ട്, ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിങ്ങൾക്ക് അവിടെ ഒരു പ്രൂഫ് വന്നു മൈൻഡിൽ. അപ്പൊ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ സക്സസ് സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതിൽ ഏത് ഫാക്ടറായി? ബിലീഫ്. എക്സാക്ട്ലി. ബിലീഫ് കൂടിയപ്പോൾ നമുക്ക് വീണ്ടും പൊട്ടൻഷ്യൽ കൂട്ടാൻ പറ്റി, അല്ലേ? സോ നമുക്ക് ശരിക്കും പ്രൈമറി സംഭവം എന്താണ്? ബിലീഫാണ്. നമുക്ക് എന്തുകൊണ്ട് സാധാരണ ബിലീഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അൺസർട്ടനിറ്റി. നമുക്ക് വിശ്വാസം ഇല്ല, നടക്കൂ ഇല്ലയോ എന്നുള്ള കാര്യം. റിസൾട്ട് കണ്ടാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്, അല്ലേ? റിസൾട്ട് കണ്ടാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി എന്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് ആ ഒരു ബിലീഫ് കൂടുന്നതും. അപ്പൊ എന്റെ പൊട്ടൻഷ്യൽ കുറച്ചും കൂടി നന്നായിട്ട് വർക്കാവും, ഞാൻ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കും, വീണ്ടും എന്റെ റിസൾട്ട്സ് വിൽ ബി ബെറ്റർ. അതേസമയം ഈ റിസൾട്ട് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴും സർട്ടനിറ്റി ഉണ്ടാവും, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള സർട്ടനിറ്റിയും ബിലീഫും ക്രിയേറ്റ് ആവും. അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാൻ പോലും നമ്മൾ ട്രൈ ചെയ്യൂല, റൈറ്റ്? അപ്പോഴും ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് സക്സസ്ഫുൾ ആയിട്ട് നടന്ന കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറയാന്നൊക്കെ നമുക്ക് വിചാരിക്കാം. സക്സസ്ഫുൾ അല്ലാതിരുന്ന എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവിടെ സർട്ടനിറ്റി വന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സർട്ടനിറ്റി വന്നു, നെഗറ്റീവ് ആയിട്ടുള്ള സർട്ടനിറ്റി വന്നു. അപ്പോഴും എന്ത് സംഭവിക്കും? പിന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല, റൈറ്റ്? ഇതാണ് ശരിക്കും ആനയ്ക്ക് സംഭവിക്കുന്നത്. ഈ ആന എന്ന് പറയുന്ന സാധനം നമുക്ക് വലിയൊരു മരത്തിനെ വരെ പിഴുതെടുക്കാനുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു മൃഗമാണ്, അല്ലേ? ആന എന്ന് പറഞ്ഞാല് അതിനൊരു ചങ്ങലയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അത് കൂടെ വരും ആ ചങ്ങലയും കെട്ടിക്കൊണ്ട്. അതിന് വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള പവർ അതിനുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്ത? എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ബിലീഫ് അതിന് ക്രിയേറ്റ് ആയി. അത് കാരണം എന്ത് സംഭവിക്കും? അതിനെന്തായാലും പോകാൻ പറ്റില്ല. അത് അതിനുള്ള ആക്ഷൻ പോലും എടുക്കത്തില്ല. അതിന്റെ പൊട്ടൻഷ്യൽ അത് യൂസ് ചെയ്യത്തും കൂടിയില്ല. ഇതുപോലെയാണ് നമ്മളെല്ലാവരും. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ട്രൈ ചെയ്യാൻ ശ്രമിക്കത്തില്ല.